നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. നബാർഡിന്റെ ചെയർമാൻ നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ് നബാർഡ് അല്ലെ. ആട് എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, നമ്മുടെ ജയസൂര്യ അഭിനയിച്ച സിനിമയാണ് അല്ലെ, ഷാജി പാപ്പൻ. ഇപ്പൊ ഷാജി ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ ആട് ആട്. നബാർഡ് എന്ന് കേൾക്കുമ്പോൾ പിള്ളേരെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അത് ഷാജി KV ആണ്, മലയാളിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. നബാർഡ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. കുഞ്ഞുങ്ങളെ ഞാൻ സ്പീഡായിട്ട് പറയുന്നു തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാട്ടോ. ഞാൻ അധികം ലാഗ് ആവില്ല, കാരണം നമ്മുടെ സമയമില്ല. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇത് മുഴുവൻ പഠിച്ചു തീർക്കണം. ഇതിന്റെ മുഴുവൻ ഒറ്റ PDF ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കും. കമന്റിൽ ഉണ്ടാവും ടെലഗ്രാം ചാനൽ കേട്ടോ. ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, മുഴുവൻ PDF നന്നായിട്ട് വായിക്കുക കേട്ടോ. അത് ഇച്ചിരി സ്പീഡ് പറയും. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറാണ്. സെക്രട്ടറി കരിവള്ളൂർ മുരളിയാണ്. സെക്രട്ടറി കരിവള്ളൂർ മുരളിയാണ്. നോക്കൂ, കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ഗവർണർ അല്ല, തെറ്റിക്കരുത്. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി ആണ്. മല്ലിക സാരാഭായി. മാഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പഠിച്ചോളുക. കേരള കലാമണ്ഡലത്തിലെ ചാൻസലർ മല്ലിക സാരാഭായി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ബി അനന്തകൃഷ്ണൻ എന്നൊരു പേര്. കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആണ് പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. ബി അനന്തകൃഷ്ണൻ വൈസ് ചാൻസലർ ആണ്. മല്ലിക സാരാഭായി ചാൻസലർ ആണ്. നബാർഡ് എന്ന് കേൾക്കുമ്പോൾ ഷാജി KV. സംഗീത നാടക അക്കാദമി എന്ന് കേൾക്കുമ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി. നോക്കൂ, കേരള സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രനാണ്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. VK രാമചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനാണ്, അജയ് ബാങ്ക. അജയ് ബാങ്കയാണ് ലോക ബാങ്കിന്റെ പ്രസിഡന്റ്. പഠിച്ചു വെച്ചേക്കണം. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് മക്കളെ. നിധി തിവാരിയാണ്. ഒരു നിധി കിട്ടിയ പോലെയല്ലേ. നോക്കൂ, ആ ഒരു മിടുക്കി മാഡം IFS ഓഫീസർ ആണ്. അപ്പൊ നിധി തിവാരി. നിധി തിവാരി പഠിച്ചു വെച്ചേക്കണം. നിധി നിധി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു നിധിയാണ്. സെറ്റാണോ? നിധി തിവാരി. ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. നോക്കൂ, നമ്മൾ ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ TV-യിൽ കാണാറുണ്ട്. എന്ന് ആലോചിച്ച് വെക്കുക, നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ ക്യാബിനറ്റിന്റെ സെക്രട്ടറി വളരെ ഇമ്പോർട്ടന്റ് ആയ പദവിയാണ്. ആണ്. TV സോമേട്ടനാണ്. TV സോമനാഥൻ. TV സോമനാഥൻ. ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. 2025 മെയ് മാസത്തിലെ അപ്ഡേഷൻ ആണ് ഇതെല്ലാം. ഒക്കെ ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക നിങ്ങളെ. അപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളൊക്കെ TV-യിൽ കണ്ട ഒരു മുഖമായിരിക്കും. അതുകൊണ്ട് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾ ഇദ്ദേഹത്തെ കുറിച്ച് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. വിക്രം മിശ്രി. പഠിച്ചു വെച്ചേക്ക്, എല്ലാവർക്കും കിട്ടും അല്ലെ. വിക്രം മിശ്രി നമ്മുടെ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗും രണ്ടുപേരുടെയും നടുക്ക് അല്ലെ വിദേശകാര്യ സെക്രട്ടറി ഇരുന്ന ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥനാണെങ്കിൽ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാജി ആണെന്ന് കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ എന്നാലോചിക്കുക. ആഭ്യന്തരം ഗോവിന്ദ എന്നാണ്. ഗോവിന്ദ നമ്മുടെ ആഭ്യന്തരത്തിന്റെ കാര്യം ഗോവിന്ദയാണെന്ന് പഠിച്ചു വെക്കാൻ പറയണേ. ഗോവിന്ദ് മോഹൻ. അപ്പൊ നോക്കൂ, നിലവിൽ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. അതുപോലെ നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? പ്രതിരോധ സെക്രട്ടറി. ഇവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ട് ടെലഗ്രാമിൽ, രാവിലെ 5:30 കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അവിടെ ഞാനൊരു പോയിന്റ് പറഞ്ഞപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ക്യാച്ചായി. നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടുമെങ്കിൽ പഠിച്ചു വെച്ചോളൂ. യൂട്യൂബിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. യൂട്യൂബില് പ്രതിരോധ ടിപ്പുകളൊക്കെ പറഞ്ഞിരുന്ന, നമ്മുടെ എന്താ പറയുക, ആരോഗ്യ സംബന്ധമായിട്ട് പ്രതിരോധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ രാജേഷ് കുമാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? അപ്പൊ രാജേഷ് കുമാർ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചു. പ്രതിരോധം എന്ന് കേൾക്കുമ്പോൾ അപ്പൊ പിള്ളേര് പറഞ്ഞു അവർക്ക് കത്തിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ രാജേഷ് കുമാർ, നിങ്ങൾക്ക് കത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് എത്രത്തോളം ഈ കോഡ് യൂസ്ഫുൾ ആവുന്ന അറിയില്ല. ഡോക്ടർ രാജേഷ് കുമാർ. അപ്പൊ പ്രതിരോധം എന്ന് കേൾക്കുമ്പോൾ ഇനി രാജേഷ് കുമാർ. ആഭ്യന്തരം ഗോവിന്ദ. TV-യിൽ കാണുന്നു ക്യാബിനറ്റ് സെക്രട്ടറി അല്ലെ. വിദേശകാര്യം വിക്രം മിശ്രി. അത് പിന്നെ കിട്ടുമല്ലോ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നാം നോക്കൂ, അജിത് ദോവൽ അല്ലെ. അജിത് ദോവൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വെളിപ്പേര് ഒരു പക്ഷെ ഓർമ്മ വരും. ഒരു വെളിപ്പേരുണ്ട് ഇദ്ദേഹത്തിന്. അദ്ദേഹം പാകിസ്ഥാനിലൊക്കെ പോയിട്ട് ഗംഭീരമായിട്ടുള്ള മിഷൻസ് ഒക്കെ ഏറ്റെടുത്ത ഇന്ത്യയുടെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ, ഇപ്പൊ നമ്മുടെ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളാണ്. നരേന്ദ്രമോദിജിയുമായി നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ ഇഷ്യൂ ഉണ്ടായ സമയത്തൊക്കെ ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നതാണ് അജിത് ദോവൽ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ശ്രീ അജിത് ദോവൽ സാറ്. അജിത് ദോവൽ പഠിച്ചു വെച്ചേക്കുക.
നോക്കൂ പിള്ളേരെ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇഖ്ബാൽ സിംഗ് ലാൽപുര. പഠിക്കാനൊക്കെ എളുപ്പമാണ്, കുറച്ചു കാലം മുമ്പേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അദ്ദേഹം മാറിയിട്ടൊന്നുമില്ല. അപ്പൊ ഇഖ്ബാൽ, ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പേര് ആലോചിക്കുക അല്ലെ, ഒരു സിഖ് പേരായിരിക്കും, അങ്ങനത്തെ ഒരു വെറൈറ്റി പേരല്ലേ, ഇഖ്ബാൽ സിംഗ് ലാൽപുര. സെറ്റാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരും ചോദിച്ചാൽ സർദാർ അലി ഖാൻ ആണ്. സർദാർ അലി ഖാൻ. എന്നായിരുന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്? അറിയുന്നവരുടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് മുമ്പ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സർദാർ അലി ഖാൻ ആണ്. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൾഡ് വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനോ? ആരാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ? എ റഷീദ് ആണ്. പഠിച്ചു വെച്ചേക്കുക. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ഇഖ്ബാൽ സിംഗ് ലാൽപുരയാണെങ്കിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എ റഷീദ് ആണ്. റഷീദ് ആണ്. ആദ്യത്തത് സർദാർ അലി ഖാൻ ആണ് കേട്ടോ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. വിജിലൻസ് കമ്മീഷൻ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കാരണം മറ്റൊരു ശ്രീവാസ്തവയുണ്ട്, തെറ്റാൻ സാധ്യതയുണ്ടേ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ വിജിലൻസ് ആണെങ്കിൽ പ്രകാശ് ശ്രീവാസ്തവ, ടിപ്പ് പറഞ്ഞുതരാം. പ്രകാശം നമുക്ക് എന്തിനാവശ്യമാണ്? നമ്മുടെ പ്രകൃതിക്ക് അല്ലെ. അപ്പൊ ഗ്രീൻ അല്ലെങ്കിൽ നാച്ചുർ സസ്യങ്ങൾക്കൊക്കെ പ്രകാശം അത്യന്താപേക്ഷികമാണ്. അപ്പൊ ഓർത്തു വെക്കുക, ഗ്രീൻ എന്ന് കേൾക്കുമ്പോൾ, പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രകാശം വരണം. പ്രകാശ് ശ്രീവാസ്തവ ഇദ്ദേഹമാണ് കേട്ടോ. പ്രകാശ് ശ്രീവാസ്തവ ഇതാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ, രണ്ടും മാറുന്ന കൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കൊടുത്തത് അല്ലെ. തൊട്ടു മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇന്ത്യയുടെ CAG സഞ്ജയ് മൂർത്തിയാണ്. RBIയുടെ ഗവർണർ ആരായിരുന്നു? സഞ്ജയ് മൽഹോത്രയാണ്. RBI, സഞ്ജയ് മൂർത്തി CAG. മാറണ്ട. നോക്കൂ അടുത്തത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് നിലവിൽ യു ഷറഫ് അലി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം, PT ഉഷ ചേച്ചിയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫ് അലി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് PT ഉഷ. BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നിയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇസ്രോ അഥവാ ISROയുടെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. എത്രാമത്തെ ISROയുടെ ചെയർമാനാണ്? 11ാമത്തെ ചെയർമാനാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ 10ാമത്തെ വ്യക്തിയായിരുന്ന സോമേട്ടനൊക്കെ പോയത് നമുക്കറിയാലോ, എസ് സോമനാഥ് അല്ലെ. അപ്പൊ നോക്കൂ അടുത്തത് 11ാമത്തെ ഇപ്പൊ നിലവിലുള്ളത് വി നാരായണൻ സാറാണ്. ഓക്കെ, നോക്കൂ ആദ്യം വിക്രം സാരാഭായി ആയിരുന്നു ഇസ്രോയുടെ ചെയർമാനായ ആദ്യത്തെ വ്യക്തി വിക്രം സാരാഭായി ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ് VSSC അല്ലെ. അപ്പൊ VSSCയുടെ നിലവിലെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ VSSCയുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. VSSC 2 S ഇല്ലേ, എസ് പിടിക്കുക, എസ് ഉണ്ണികൃഷ്ണൻ നായർ. നോക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില പേരുകൾ ഞാൻ ഒരുമിച്ച് കൊടുത്തു, അതുകൊണ്ടാണ് കേട്ടോ മക്കളെ. ഇവിടെ പ്രകാശ് ശ്രീവാസ്തവ പറഞ്ഞു, പ്രവീൺ കുമാർ ശ്രീവാസ്തവ പറഞ്ഞു, സഞ്ജയ് മൽഹോത്ര പറഞ്ഞു, സഞ്ജയ് മൂർത്തി പറഞ്ഞു. ഇത് നോക്കൂ, ഉണ്ണികൃഷ്ണൻ നായർ, OS ഉണ്ണികൃഷ്ണൻ. OS എന്ന് കേൾക്കുമ്പോൾ ഫോക്ലോർ അക്കാദമിയിലേക്ക് പോകണം നിങ്ങൾ, ഇതാണ് അദ്ദേഹം OS. എന്നാൽ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് കേൾക്കുമ്പോൾ VSSCയിലേക്ക് പോകണം. നോക്കൂ, VSSCയുടെ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മാധവ് കൗശിക് ആണ് അല്ലെ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ഒരു കൗശലക്കാരായിരുന്നു, ഇലക്ഷൻ ഒക്കെ നടന്നിട്ട് വിജയിച്ചാണ് അദ്ദേഹം. മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ. പഠിക്കാൻ വേണ്ടി പറഞ്ഞാണേ. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ ചോദിക്കും. ഈ അടുത്ത് പല വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ ആരാണ്? പ്രസൂൺ ജോഷിയാണ്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഭാവിയിൽ ഞാനിപ്പോ സൈറ്റിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഇവരൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇത് തന്നെ പഠിച്ചു പോകുന്നത്. അപ്പൊ പ്രസൂൺ ജോഷി ഭാവിയിൽ മാറും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ പ്രസൂൺ ജോഷിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക് ആണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ, ഇത് ഞാൻ കളർ മാറ്റി കൊടുക്കാൻ കാരണം പ്രേംകുമാർ നമുക്കറിയാം. അപ്പൊ രഞ്ജിത്ത് ഒഴിഞ്ഞ ആ ഒരു ഒഴിവിലേക്ക് പുതിയ ആള് വരാത്തത് കൊണ്ട് നിലവിൽ ചെയർമാന്റെ പദവിയിൽ ഇരിക്കുന്നത് പ്രേംകുമാറാണ്. അങ്ങനെ പഠിച്ചു വെക്കണം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് പ്രേംകുമാറാണ്. നോക്കൂ പിള്ളേരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇന്ത്യയുടെ കരസേനയുടെ മേധാവി ആരാണ്? നിലവിൽ ഇന്ത്യയുടെ കരസേനയുടെ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. കരയിലല്ലേ വേദിയൊക്കെ ഉണ്ടാവാന്നല്ലേ കേട്ടോ. ഓക്കെ, 2 വേദി ഉണ്ട്, കരയിലാണ്.
കരയിൽ എന്തുണ്ട്? 2 വേദിയുണ്ട്. അപ്പൊ ദ്വിവേദി, വേദി എവിടെയാണ്? കരയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരാണ് കുഞ്ഞുങ്ങളെ? നാവ്. കണ്ട നാവ്, ഒരു 3 വര വരച്ചേ, ഒരു മാർക്ക് കിട്ടിയാൽ മതി. ഞാൻ നാവൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക്. അപ്പൊ നാവികസേന എന്ന് കേൾക്കുമ്പം 3 പാട്, ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരാടാ? ദിനേശ് കുമാർ ത്രിപാഠി. ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനയെങ്കിൽ വ്യോമസേനയുടെ മേധാവി അമർപ്രീത് സിംഗ് ആണ്. പഠിച്ചു വെച്ചേക്കുക, അമർപ്രീത് സിംഗ്. അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി. നാവികസേന എന്ന് കേൾക്കുമ്പോൾ 3 പാട്, കര എന്ന് കേൾക്കുമ്പോൾ ദ്വിവേദി. നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS, ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ ആണ്. പഠിച്ചു വെച്ചേക്കുക, അനിൽ ചൗഹാൻ. അനിൽ ചൗഹാൻ ആണ്. കേരളത്തിലെ നിലവിലെ DGP ദർവേഷ് സാഹിബാണ്. കേരളത്തിലെ നിലവിലെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. അപ്പൊ ഇന്ത്യയുടെ CDS, മൊത്തത്തിലുള്ള ആർമിയുടെ അല്ലെങ്കിൽ മിലിറ്ററി എല്ലാത്തിന്റെയും അല്ലെ അനിൽ ചൗഹാൻ, മറന്നു പോകണ്ട. സെബിയുടെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അടുത്തുള്ള മാറ്റമാണ്, കൃത്യമായിട്ട് പഠിക്കണം. തുഹിൻ കാന്ത പാണ്ഡെ. സെബി എന്ന് കേൾക്കുമ്പോൾ പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ. തുഹിൻ കാന്ത പാണ്ഡെ. അങ്ങനെയാണെങ്കിൽ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ പഠിച്ചു വെച്ചേക്കണം, തൃപ്തി ഗുർഹയാണ്. ഇത് പ്രിയങ്ക് കനുങ്ക് ആയിരുന്നു, അദ്ദേഹം മാറിയിട്ട് ഇപ്പൊ തൽക്കാലം ചാർജ് കൊടുത്തിരിക്കുന്നത് തൃപ്തിക്കാണ്. അപ്പൊ ബാലാവകാശം, കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തൃപ്തി എന്നാലോചിക്കും കേട്ടോ. ഒരു തൃപ്തി ഉണ്ടാവണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെ, ബാലാവകാശത്തിന് വേണ്ടിയിട്ട് തൃപ്തി ഗുർഹ. ആദ്യത്തെ ചെയർമാൻ ശാന്ത സിൻഹയായിരുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ശാന്ത സിൻഹയായിരുന്നു. DRDO വളരെ ഇമ്പോർട്ടന്റ് ആണ്. DRDOയുടെ നിലവിലെ ചെയർമാൻ സമീർ വി കമ്മത്ത്. ആരാണ്? സമീർ വി കമ്മത്താണ്. സമീർ വി കമ്മത്താണ് DRDOയുടെ നിലവിലെ ചെയർമാൻ. DRDOയുടെ ചെയർമാൻ സമീർ വി കമ്മത്ത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ്. KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേന്ദ്രത്തില് തൃപ്തി ഗുർഹ. ആദ്യത്തെ ചെയർപേഴ്സൺ നീലം ഗംഗാധരനായിരുന്നു. കേരള സംസ്ഥാനത്ത് ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനായിരുന്നു. നിലവിൽ കേരളത്തിലെ ഗവർണർ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി കൊടുത്തുന്നുള്ളൂ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ നാട്, അദ്ദേഹം ഏത് നാട്ടുകാരനാണ്, ഏത് സംസ്ഥാനത്തുകാരനാണെന്ന് കമന്റ് ചെയ്തേ. ഇദ്ദേഹം കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ്? 2 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? അദ്ദേഹത്തിന്റെ സംസ്ഥാനം ഏതാണ്? നോക്കൂ, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു ആണ്. 11ാമത് ശമ്പള കമ്മീഷന്റെ ചെയർമാൻ K മോഹൻദാസ് ആണ്. പഠിച്ചു വെക്കണം അല്ലെ, ശമ്പളം കിട്ടുന്ന ഒരു മോഹം ആഗ്രഹവുമായിട്ട് PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളല്ലേ. അപ്പൊ നോക്കൂ, 11ാം ശമ്പള കമ്മീഷൻ മോഹം വേണം, എന്നാലേ പഠിക്കാൻ പറ്റൂലേ. മോഹൻദാസ് 1ാം ശമ്പള കമ്മീഷൻ അല്ലെ. ഉണ്ണണമെങ്കിൽ ശമ്പളം വേണം. അപ്പൊ ആദ്യം ഉണ്ണാൻ, ഇപ്പൊ 11 മോഹം അല്ലെ, ശമ്പളം കിട്ടാൻ, ജോലി കിട്ടാൻ മോഹം. ആദ്യം ഉണ്ണാൻ വേണ്ടിയിട്ടായിരുന്നു ശമ്പളമൊക്കെ അല്ലെ, ജോലിയൊക്കെ. അപ്പൊ 1ാം ശമ്പള കമ്മീഷൻ KM ഉണ്ണിത്താൻ. പഠിക്കാൻ പറ്റുന്നുണ്ടോ? സെറ്റാണോ? 23ാമത് ലോ കമ്മീഷന്റെ ചെയർമാൻ ദിനേശ് മഹേശ്വരി. മഹേശ്വരിയാണ് ലോ. ദിനേശ്, ഓ മോനെ ദിനേശ, പോയി നീ നിയമം പഠിക്കടാ. അങ്ങനെ പഠിച്ചേ. ഇതൊക്കെ ഒരു രസമല്ലേ പഠിക്കാൻ അല്ലെ, ചുമ്മാ പറഞ്ഞാണ്. പോ മോനെ ദിനേശ എന്ന് പറയുക ലോ. നീ പോയി നിയമം പഠിക്കടാ, പോ മോനെ ദിനേശ അല്ലെ. ലോ പഠിക്കടാ. ലോ കമ്മീഷൻ ദിനേശ് മഹേശ്വരി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ ചെയർമാൻ S ഗോപാലകൃഷ്ണനാണ്. ഗോക്കളെ മേച്ചും കളിച്ചും ഗോപാലകൃഷ്ണൻ. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെ. SSCയുടെ ചെയർമാൻ ഗോപാലകൃഷ്ണൻ. അങ്ങനെ പഠിക്കുക. SSC ഗോപാലകൃഷ്ണൻ. S ഗോപാലകൃഷ്ണൻ അല്ലെ. ഗോക്കളെ മേച്ച് നടക്കുന്നവനെല്ലാം SSCയുടെ ആളുകൾ എടുക്കുന്നു. ഗോപാലകൃഷ്ണൻ പഠിക്കുക. SBIയുടെ നിലവിലെ ചെയർമാൻ നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെല്ലാ ശ്രീനിവാസലു ഷെട്ടി. ആരാടാ? ചെല്ലാ ശ്രീനിവാസലു ഷെട്ടിയാണ് SBIയുടെ നിലവിലെ ചെയർമാൻ. അറ്റോമിക് എനർജി കമ്മീഷനും LICയും ഇതാ വീണ്ടും വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ രസമുള്ള ഒരേപോലത്തെ പേരുകളൊക്കെ സെറ്റായി തരികയാണ്. ഇപ്പൊ അത് അടുത്ത സെറ്റ് വരികയാണ്. അറ്റോമിക് എനർജി, അറ്റം എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക അജിത്ത് അല്ലെ. അജിത്ത് ശരിക്കും തമിഴ്നാട്ടിൽ ഒരു അറ്റം പോകുമ്പോൾ നടനാണ് അജിത്ത്.
അപ്പൊ അജിത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആറ്റം അല്ലെങ്കിൽ അജിത്ത് ആ എന്ന് പിടിക്കുക. അജിത് കുമാർ മൊഹന്തിയാണ് അറ്റോമിക് എനർജി കമ്മീഷൻ. എന്നാൽ സിദ്ധാർത്ഥ മൊഹന്തി, എടാ LIC എന്ന് കേൾക്കുമ്പോൾ ലൈഫ് അല്ലേ സിദ്ധാർത്ഥൻ, നമ്മുടെ ബുദ്ധനെ ആലോചിക്കാം. ആ സിദ്ധാർത്ഥൻ തന്റെ ജീവിതം ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെടിഞ്ഞിട്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആലോചിക്കുക, സിദ്ധാർത്ഥനാണ്. രണ്ട് മൊഹന്തിമാരാണ്. ഒന്ന് അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ, അജിത് കുമാർ മൊഹന്തി ആണെങ്കിൽ LICയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയാണ്. പഠിച്ചു വെച്ചേക്കുക. ലോകസഭയുടെ സെക്രട്ടറി ജനറൽ, കുറച്ചു കാലമായിട്ട് ഇദ്ദേഹം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഉത്പൽ കുമാർ സിംഗ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. രാജ്യസഭ, എടാ പിള്ളേരെ ഇത് അഥവാ മാറിപ്പോകുന്നവരുണ്ടാവും, പഠിച്ചൊക്കെ വെക്കും. ലോകസഭ രാജ്യസഭ അങ്ങോട്ട് കൂടി മാറിപ്പോകും. നോക്കൂ, നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണ്? ലോക്സഭയിലുള്ളത്. അപ്പൊ അവിടെ ആരില്ല? സെക്രട്ടറി ജനറൽ പേരെല്ലാം ചിന്തിക്കാം. എന്ന് വെച്ചാൽ രാജ്യസഭയിലാണ് സെക്രട്ടറി ജനറലിന്റെ പേര് മോഡി എന്നുള്ളത് കേട്ടോ. ഇദ്ദേഹമാണ് അദ്ദേഹം. ഇനി ആര് തെറ്റിദ്ധരിക്കേണ്ട ഫോട്ടോ കൊടുത്താണ് PC മോഡി. അപ്പൊ PC മോഡി എവിടെയാണ്? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് PC മോഡി. ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് ഉത്പൽ കുമാർ സിംഗ്. ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ AM ഖാൻ വിൽക്കർ ആണ്. വിൽക്കാൻ സമ്മതിക്കില്ല അല്ലെ? ലോക്പാൽ അഴിമതിക്കെതിരാണ്. ഇന്ത്യ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് ആലോചിക്കുക. ലോക്പാൽ AM ഖാൻ വിൽക്കർ ആണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്ര ഘോഷ്, PC ഘോഷ് അല്ലെ? പിനാക്കി ചന്ദ്ര ഘോഷാണ് ആദ്യത്തെ ചെയർപേഴ്സൺ. നിലവിൽ കേരളത്തിലെ ലോകായുക്തയാണ് N അനിൽകുമാർ. നിലവിൽ കേരളത്തിലെ ലോകായുക്ത N അനിൽകുമാർ. രണ്ട് ഉപലോകായുക്തമാർ കേരളത്തിലുണ്ട്. പുതുതായി വന്ന അപ്ഡേഷൻ ആണ്, കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് വി ഷിർസിയും അശോക് മേനോനും. അശോക് ചക്രവർത്തി എന്നോ ഷിർസി എന്നൊക്കെ പഠിച്ചു വെക്കുക. അശോക് മേനോൻ, ഷിർസി പുതുതായി വന്ന രണ്ട് ഉപലോകായുക്തമാരാണ്. നോക്കൂ, ലോകായുക്ത N അനിൽകുമാർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല, PC ബാലകൃഷ്ണ മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തയായിരുന്നു PC ആണ്. PC ജോർജ് അല്ല, PC ബാലകൃഷ്ണ മേനോൻ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? M ഷാജർ ആണ്. സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ പഠിച്ചു വെച്ചേക്കുക. സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ M ഷാജർ ആണ്. മകളെ, ഇനി കേരളത്തിലെ മന്ത്രിസഭ ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 അപ്ഡേഷൻ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, പൊതുഭരണം, വിജിലൻസ്, ആഭ്യന്തരം, IT ഇതൊക്കെ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മടമാണെന്ന് അറിയാത്ത കൂട്ടുകാർ നോട്ട് ചെയ്ത് നോക്കണം. IT അദ്ദേഹത്തിന്റെ വകുപ്പാണ്. പൊതുഭരണം. ഇനി പരിസ്ഥിതി ചോദിക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പരിസ്ഥിതി ആരുടെ വകുപ്പിന് കീഴിൽ വരുന്നതാണ്? മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. ആഭ്യന്തരം ഓർത്ത് വെക്കുക, വിജിലൻസ്, പൊതുഭരണം. സ്പീക്കർ AN ഷംസീർ ആണ്. തലശ്ശേരി മണ്ഡലമാണ് കേട്ടോ. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും V ശിവൻകുട്ടിയാണ്. വിദ്യാഭ്യാസ വകുപ്പും തൊഴിലും V ശിവൻകുട്ടിയാണ്. നിയമമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. വീണ ജോർജ് അല്ലെ? നിങ്ങൾക്കറിയാം, വീണ ജോർജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആറന്മുള വരും അല്ലെ? പത്തനംതിട്ട ആറന്മുളയിലാണ് അവരുടെ മണ്ഡലം. ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് ഗതാഗതം. കാരണം പുതിയ അപ്ഡേഷൻ ആണ്. ആന്റണി രാജുവായിരുന്നു മുമ്പ്. ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ മണ്ഡലം പത്തനാപുരമാണ്. നോക്കൂ, ഭക്ഷ്യ പൊതുവിതരണമാണ് GR അനിലാണ്. GR അനിൽ അല്ലെ? അന്നം തരുന്നവൻ അനിൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഭക്ഷ്യ പൊതുവിതരണം. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ഇതൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് തവണ എടുത്ത ക്ലാസ് ആകുന്ന സ്പീഡ് പറയുന്ന കേട്ടോ. KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയാണ് മണ്ഡലം. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് KN ബാലഗോപാൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ റവന്യൂ മിനിസ്റ്റർ, CM കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ അല്ലെ? ആ റവന്യൂ ഭരിക്കുന്ന ആരാണ്? ആദ്യത്തെ റവന്യൂ മന്ത്രി ആരായിരുന്നു കേരളത്തിലെ? ഒന്നാം EMS സർക്കാരിന്റെ സമയത്ത് നമ്മുടെ KR ഗൗരിയമ്മ അല്ലേ? അപ്പോ KR ഗൗരിയമ്മ എന്ന് നമ്മൾ പറയും. KR അല്ലെ? ഇപ്പൊ ആരാണ്? ഇപ്പോഴും KR ആണ്. അല്ലെ? അന്നത്തെ റവന്യൂ മിനിസ്റ്റർ KR ഗൗരിയമ്മ. ഇപ്പം K രാജൻ. ഒല്ലൂരാണ് മണ്ഡലം അല്ലെ? തൃശ്ശൂർ. സ്പോർട്സ്, ന്യൂനപക്ഷ ക്ഷേമം V അബ്ദുറഹിമാനാണ്. സ്പോർട്സും ന്യൂനപക്ഷ ക്ഷേമവും V അബ്ദുറഹിമാനാണ്. അബ്ദുറഹിമാന്റെ മണ്ഡലം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. താനൂരാണോ തവനൂരാണോ? രണ്ട് മണ്ഡലങ്ങൾ ഒരുപക്ഷെ മാറിപ്പോകും. അബ്ദുറഹിമാന്റെ മണ്ഡലം താനൂരോ തവനൂരോ? നിങ്ങൾ കമന്റ് ചെയ്തോ മക്കളെ. V അബ്ദുറഹിമാൻ നമ്മുടെ ന്യൂനപക്ഷം സ്പോർട്സിന്റെ മന്ത്രിയാണ്. P രാജീവ് അല്ലെ? നിയമവകുപ്പ് മന്ത്രിയാണ് P രാജീവ്. എറണാകുളങ്ങളുടെ പ്രിയപ്പെട്ട രാജീവ്. വ്യവസായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. വ്യവസായം രാജാവ് വ്യവസായം അല്ലെ? K കൃഷ്ണൻകുട്ടിയേട്ടൻ. നോക്കൂ, ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് പാലക്കാട് കൃഷ്ണൻകുട്ടിയേട്ടൻ.
ആ ലീലയിൽ കിടക്കുന്നവൻ കൃഷ്ണനാണെന്നൊക്കെ നമ്മൾ മുമ്പ് ഇപ്പോഴെന്നല്ല 3-4 കൊല്ലം മുമ്പ് പഠിച്ചതാ അല്ലെ. കൃഷ്ണൻകുട്ടിയേട്ടൻ ചിറ്റൂര് വൈദ്യുതി വകുപ്പ് മന്ത്രി അല്ലെ. ജലവിഭവം എന്ന് കേട്ടാൽ റോഷി അഗസ്റ്റിൻ ആണ്. ഒക്കെ കോഡാക്കി പഠിച്ചതാ. റോഷി അഗസ്റ്റിൻ ജലവിഭവം അല്ലെ. ഇടുക്കിക്കാരുടെ പ്രിയപ്പെട്ട, ഇടുക്കിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം, റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. AK ശശീന്ദ്രൻ പിള്ളേരെ എലത്തൂർ, കോഴിക്കോട് എലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോന്ന AK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി അല്ലെ. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കണം. AK ശശീന്ദ്രൻ വനമാണ്. ഇപ്പൊ വനത്തിലെ പ്രശ്നങ്ങളല്ലേ. കടന്നപ്പള്ളി ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കടന്നപ്പള്ളി. കടന്നപ്പള്ളിക്ക് മുമ്പ് അഹമ്മദ് ദേവർകോവിലുള്ള സമയത്ത് പോർട്ട് ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന്റെ അടുത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, പുരാവസ്തു മ്യൂസിയം. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന കടന്നപ്പള്ളി സാറിന്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ വകുപ്പ് പുരാവസ്തു മ്യൂസിയം. അപ്പൊ പറഞ്ഞത് നമ്മുടെ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി ആരാടാ? MB രാജേഷ് ആണ്. MB രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ്. പാലക്കാട് തൃത്താലയാണ് MB രാജേഷ്. നോക്കൂ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. പഠിച്ചു വെക്കണം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ആര്? മുഹമ്മദ് റിയാസ്. ഇതാ മണ്ഡലം ബേപ്പൂരാണ്. MB രാജേഷ് തൃത്താലയാണ്. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസവും സാമൂഹിക നീതിയുമാണ് R ബിന്ദുവിന്റെ വകുപ്പ് അല്ലെ. ഇരിങ്ങാലക്കുടയാണ്, തൃശ്ശൂർ. നിങ്ങൾക്കറിയാം ഇരിങ്ങാലക്കുടയിലാണ് R ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി. J ചിഞ്ചുറാണി, ചടയമംഗലം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, കൊല്ലം ജില്ലയിൽ. അപ്പൊ J ചിഞ്ചുറാണി എന്ന് പറയുന്ന മന്ത്രി ഏതാ വകുപ്പ്? മൃഗസംരക്ഷണമാണ്. കൃത്യമായിട്ട് പഠിക്കുക, കാലിത്തീറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മൃഗസംരക്ഷണമൊക്കെ J ചിഞ്ചുറാണി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് കൃഷി. കൃഷി ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രസാദത്തിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ. അങ്ങനെ ആലോചിക്കുക, പ്രസാദം, കൃഷി P പ്രസാദ്. മൃഗം J ചിഞ്ചുറാണി. ഇതൊന്നും ഞാൻ കോഡ് പറയാത്തത്, കോഡ് ഓൾറെഡി നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. ഇനി നോക്കൂ, പോർട്ട് ദേവസ്വം. ശ്രദ്ധിക്കേണ്ടതാണ്, പോർട്ട് അണ്ടർലൈൻ ചെയ്യുന്നു. ദേവസ്വം ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. മുമ്പ് പോർട്ട് ഇദ്ദേഹത്തിന് ആയിരുന്നില്ല, ദേവസ്വം ഇദ്ദേഹത്തിന് ആയിരുന്നില്ല. പുതിയ അപ്ഡേഷൻ ആണ്, കൃത്യമായിട്ട് പഠിക്കണം. VN വാസവൻ അല്ലെ. ഏറ്റുമാനൂര് അല്ലെങ്കിൽ കോട്ടയംകാർക്ക് അറിയാം VN വാസവണ്ണനെ. അപ്പൊ VN വാസവേട്ടനാണ് സ്പോർട്ട് സഹകരണം ദേവസ്വം മന്ത്രി. പഠിച്ചു വെച്ചേക്കുക, സഹകരണം ദേവസ്വം. ഫിഷറീസ് ആൻഡ് സാംസ്കാരികം സജി ചെറിയാനാണ്. കുറച്ചു കാലമായി അദ്ദേഹത്തിനാ നിങ്ങൾക്ക് അറിയാലോ. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് നമ്മുടെ രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് പോയ സമയത്ത് പുതുതായിട്ട് വന്ന മന്ത്രിയാണ് OR കേളു. പട്ടികജാതി പട്ടികവർഗമാണ് OR കേളു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ്? കൂട്ടുകാരെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാം കേട്ടോ. ഒരുപാട് സമയം നമ്മൾ ചെലവാകുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. കൃത്യമായിട്ട് പഠിച്ചോളുക. ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മനുഷ്യൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിൽ വി രാമസുബ്രഹ്മണ്യനാണ്. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ആദ്യം MM പരീത് പിള്ളയായിരുന്നു ആദ്യത്തെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. MM പരീത് പിള്ള പരേതനായിരുന്നു. മനുഷ്യാവകാശം എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കാം. പുതുതായി മനുഷ്യാവകാശ കമ്മീഷനിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്, അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത. പുതുതായി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത. കേന്ദ്രത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. കൃത്യമായിട്ട് പഠിക്കുക. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. നോക്കൂ, ആദ്യത്തെ അധ്യക്ഷ എല്ലാവർക്കും അറിയാം, ജയന്തി പട്നായിക് ആയിരുന്നു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷയാരാണ്? P സതീദേവിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ആദ്യത്തെ ആള് സുഗതകുമാരി ടീച്ചറായിരുന്നു. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. 2025 മെയ് 14 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സുപ്രീം കോടതിയുടെ 52ാമത്, കൃത്യമായിട്ട് പഠിക്കണം, എത്രാമത്? 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്, കൃത്യമായിട്ട് പഠിക്കുക, ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. നിങ്ങൾ ഒരു പക്ഷേ BR ഗവായ് എന്ന് പഠിക്കും. BR ഗവായ് ശരിയാണ്, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപം കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഭൂഷൺ രാംകൃഷ്ണ ഗവായ് അഥവാ BR ഗവായ് ആണ് സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. നോക്കൂ, ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? ഹരിലാൽ ജെ കെനി ആയിരുന്നു.
ഹരിലാൽ ജയ്ക്കിനി ആയിരുന്നു. അപ്പൊ തൊട്ടു മുമ്പിൽ ആരായിരുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ 51 സഞ്ജീവ് ഖന്ന. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജാംദാർ. കൃത്യമായിട്ട് പഠിച്ചേ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ. നിതിൻ ജാംദാർ. ആദ്യം കെ ടി കോശിയായിരുന്നു. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിലവിൽ നിതിൻ ജാംദാർ ആണ്. നോക്കൂ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ, 26ാമത്തെ ഗവർണറാണ്. സംഖ്യ പഠിക്കണം, 26. സഞ്ജയ് മൽഹോത്ര. അപ്പൊ സഞ്ജയ് മൂർത്തിയുമുണ്ട്, സഞ്ജയ് മൽഹോത്രയുമുണ്ട്. തെറ്റിക്കണ്ട. ഞാനതൊരു കോഡ് പറഞ്ഞിരുന്നു മുമ്പ്. ആ കോഡ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സഞ്ജയ് മൽഹോത്രയാണ് RBI കേട്ടോ, 26. അതിനു മുമ്പ് 25ാമത്തെ ഗവർണർ ആയിരുന്ന വ്യക്തി ശക്തികാന്ത ദാസ് ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ കൂട്ടുകാർ ശ്രദ്ധിക്കണം, ഇന്ത്യക്കാരനായ ആദ്യത്തെ RBIയുടെ ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നില്ല. സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആണ്. അഥവാ ഓസ്ബോൺ സ്മിത്ത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കുക. കൂട്ടുകാരെ, നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നോക്കൂ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹീരലാൽ സമരിയ. 12ാമത്തെ വ്യക്തിയാണ് ഹീരലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ. പഠിച്ചു പോവുക. ആദ്യത്തെ ആള് വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യ വനിത ആരായിരുന്നു? കൃത്യമായിട്ട് പഠിക്കണം. വിവരാവകാശത്തിൽ ചോദിക്കാറുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ദീപക് സന്ധു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നിലവിലെ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ? വി ഹരി നായർ. കേരളത്തില് നിലവിൽ വി ഹരി നായരാണ് ആദ്യത്തെ വ്യക്തി. പാലാട്ട് മോഹൻദാസ്. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല വിവരം വെക്കും. പരേതനായി കഴിഞ്ഞാൽ മനുഷ്യാവകാശം. MM പരീത് പിള്ള. അവിടെ പഠിച്ചു വെക്കുക. പാലാട്ട് മോഹൻദാസ് പാല് കുടിച്ചു കഴിഞ്ഞാൽ വിവരം വെക്കും. കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ വ്യക്തി പാലാട്ട് മോഹൻദാസ് ആണ്. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഗോവയിൽ വിവരാവകാശ കമ്മീഷനായിട്ട് നിയമിതനായ മലയാളി, ഗോവയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനായിട്ട് നിയമിതനായ മലയാളിയുടെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് കുമാർ H നായർ എന്നാണ്. അരവിന്ദ് കുമാർ പഠിച്ചു വെച്ചാൽ മതി. അരവിന്ദ് കുമാർ ഗോവയിലെ വിവരാവകാശ കമ്മീഷനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് ഗ്യാനേഷ് കുമാർ എന്നാണ്. കൂട്ടുകാരെ കൃത്യമായിട്ട് പഠിക്കുക. ഗ്യാനേഷ് കുമാർ ആണ്. എന്നാൽ അതിനോട് ചേർത്ത് നിങ്ങൾ ഓർത്തു വെക്കണം, നിലവിൽ 2 കമ്മീഷണർമാരാണ് ഇന്ത്യയിലുള്ളത് ഇലക്ഷന്. അപ്പൊ ഈ 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു ചീഫും. ആരൊക്കെയാണ് 2 ആളുകള്? സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി 2 കമ്മീഷണർമാർ. ഗ്യാനേഷ് കുമാർ ആയിരുന്നു ചീഫ്. നോക്കൂ, ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ചീഫ് സുകുമാർ സെൻ ആയിരുന്നു. വിവരാവകാശത്തിൽ വജാഹത്ത് ഹബീബുള്ളയാണെങ്കിൽ വിവരാവകാശത്തിൽ ആദ്യത്തെ വനിത ദീപക് സന്ധു ആണെങ്കിൽ നോക്കൂ, ഇന്ത്യയില് മുഖ്യ ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത VS രമാദേവി. കൃത്യമായിട്ട് പഠിക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് A ഷാജഹാനാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വ്യക്തി നോട്ട് ചെയ്ത് വെക്കണം, MSK രാമസ്വാമി ആയിരുന്നു. നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ മാറിയിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കണം. രത്തൻ യു ഖേൽക്കർ ആണ്. ആരുടെ മക്കളെ? രത്തൻ യു ഖേൽക്കർ ആണ്. UPSCയുടെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാ UPSCയുടെ ചെയർമാൻ അജയ് കുമാർ. പുതിയ അപ്ഡേഷൻ ആണ്, പഠിച്ചു വെക്കുക. UPSCയുടെ ചെയർമാൻ ചോദിക്കും അജയ് കുമാർ. അങ്ങനെയാണെങ്കിൽ കേരള PSC എല്ലാവർക്കും അറിയാം MR ബൈജു ആണ്. UPSC അജയ് കുമാർ ആണെങ്കിൽ UGCയുടെ ചെയർമാൻ അത് വിനീത് ജോഷിയാണ്. അജയ് കുമാർ UPSCയിലേക്ക് പോകണമെങ്കിൽ UGC എന്ന് കേൾക്കുമ്പോ വിനീത് ജോഷി, വിനീത് ശ്രീനിവാസനൊക്കെ അല്ലേ, ജോഷി ഇല്ലേ. UGC എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവന്നേ. ഇതാ 2 പേര് കേട്ടോ. ഇദ്ദേഹമാണ് വിനീത് ജോഷി.
UGC എന്ന് ഞാൻ ഗുമ്മാക്കി പറഞ്ഞതാണ്. UGC ആരാണ്? വിനീത് ജോഷി. UPSC അജയ് കുമാർ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കട്ടോ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ അടുത്തൊന്നും മാറാത്ത പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളാണ്. ഇന്റലിജൻസ് ബ്യൂറോ. ഇതിന്റെ പ്രത്യേകത IB-യും CBI-യുടെയും തസ്തിക നിലവിലുള്ള ആളുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക, IB-യുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? തപൻ ദേക്ക. ഇന്റലിജൻസ് ബ്യൂറോ IB. തപസിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. തപസിരിക്കാണ് IB, ഇന്റലിജൻസ് ബ്യൂറോ. അതുപോലെ തന്നെ CBI എന്ന് കേൾക്കുമ്പോൾ പ്രവീൺ സൂദാണ്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഈ അടുത്ത് മാറാൻ പോകുന്ന പോസ്റ്റുകളാണ് കേട്ടോ. പ്രവീൺ സൂദാണ് CBI-യുടെ ഡയറക്ടർ. ഇന്റലിജൻസ് ബ്യൂറോ തപൻ ദേക്കയാണ്. അതുപോലെ തന്നെ റോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ മുമ്പ് നിങ്ങളെ പഠിപ്പിച്ച റോ എന്ന് എഴുതുമ്പോൾ എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? രവി എന്ന് എഴുതുക. രവി, RAV. കണ്ടോ, എന്നിട്ടൊരു I ഇങ്ങനെ ഇട്ടു. അപ്പൊ ഏകദേശം ഒരു വര വരച്ചാൽ റോ പോലെ. അപ്പൊ രവിയാണ് റോ. പഠിച്ചല്ലോ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്തകുമാർ ആട്ടോ. ഞാൻ ശാന്തകുമാർ എന്നാക്കിയതാണ്. KN ശാന്തകുമാറാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ശാന്തമാണ്. ഇന്ത്യയിലെ പത്രങ്ങൾ എന്നൊക്കെ അറിയില്ലേ? പ്രസ് വളരെ ശാന്തമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ശാന്തകുമാർ. UPSC അല്ലെ? അജയ് കുമാർ. ജയിക്കണം UPSC പരീക്ഷയിലൊക്കെ, ജയിക്കണം അജയ് കുമാർ. UGC എന്ന് കേൾക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പോകണം. UGC അല്ലെ? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിനീത് ജോഷി. നീതി ആയോഗ് എല്ലാവർക്കും അറിയാം, ഞാൻ പെട്ടെന്ന് പറയാം. നീതി ആയോഗിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അരവിന്ദ് പനഗരിയ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും ചോദിക്കുന്നല്ലേ, 100 തവണ ചോദിച്ചല്ലേ. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ അല്ലെ? ഇപ്പോഴത്തെ ചെയർമാൻ ഇദ്ദേഹമാണ് സുമൻ ബെറി. നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ ആള് സിന്ധുശ്രീ ഗുള്ളർ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇദ്ദേഹമാണ് കിഷോർ മക്വാനയാണ് SC കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെ? ആദ്യത്തെ ആള് സൂരജ് ബാൻ. എന്നാൽ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആള് അൻഡർ സിംഗ് ആര്യാണ്. ST അൻഡർ സിംഗ് ആര്യാണെങ്കിൽ ഈ പറയുന്ന കിഷോർ മക്വാനയാണ് SC. ST-യുടെ ആദ്യത്തെ ആള് കാടെന്നാലോചിക്കുക, കൻവർ സിംഗ് ആണ് ST കമ്മീഷന്റെ ആദ്യത്തെ ആള്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് അഹിറാണ്. ആദ്യത്തെ ആള് RN പ്രസാദാണ്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കൃത്യമായിട്ട് പഠിക്കണം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ കുറച്ചു കാലമായി ഇദ്ദേഹം തന്നെയാണ്, ജസ്റ്റിസ് G ശശിധരൻ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ജസ്റ്റിസ് G ശശിധരൻ. നിലവിൽ ഇന്ത്യയുടെ CAG ആരാണ്? കൂട്ടുകാരെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഇന്ത്യയിലെ ഈ പറയുന്ന സർക്കാരുകളൊക്കെ പണം തെറ്റുന്നുണ്ടോ, പണം പറ്റിക്കുന്നുണ്ടോ ഒക്കെ നോക്കണ്ടേ? അങ്ങനെ നോക്കുന്ന ആളാണ്. അപ്പൊ നമുക്കറിയാം, നമ്മള് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സഞ്ചയിക പരിപാടി ഉണ്ടായിരുന്നു അല്ലെ? കുട്ടികൾക്ക് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഈ സമ്പാദ്യ പദ്ധതി. അപ്പൊ നമ്മുടെ ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ സഞ്ചയിലൊക്കെ ആരെങ്കിലും ഒക്കെ തൊട്ട് ആ പൈസയൊക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദേഷ്യം പിടിക്കാണ്ട് അല്ലെ? അപ്പൊ സഞ്ജയ് മൂർത്തിയാണ്. ആ മൂർത്തി ഭാവം നമ്മൾ കാണണം. CAG എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞ കോഡാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും. കാരണം സഞ്ജയ് മൽഹോത്ര ഉണ്ട്, അദ്ദേഹം RBIയുടെ ഗവർണർ. മൽഹോത്ര ഒരുപാട് പൈസകളാണ് മൽഹോത്ര. അപ്പൊ സഞ്ജയ് മൽഹോത്ര RB ആണെങ്കിൽ സഞ്ജയ് മൂർത്തി, ആ മൂർത്തി ഭാവം അല്ലെ, അത് CAG സഞ്ജയ് മൂർത്തി പഠിച്ചു വെച്ചേക്ക്, കണക്ഷൻ ഇട്ടിട്ട് കേട്ടോ. നോക്കൂ, ഗിരീഷ് ചന്ദ്ര മുർമു മുമ്പത്തെ ആളായിരുന്നു കേട്ടോ. അപ്പൊ നിലവില് 15ാമത്തെ ആളാണ് ആര്? സഞ്ജയ് മൂർത്തി. V നരഹരി റാവു ആയിരുന്നു ആദ്യത്തെ ഇന്ത്യയുടെ CAG. എങ്കിൽ നിലവിലെ AG ആരാണ്? R വെങ്കട്ടരമണി. പഠിച്ചു വെച്ചേക്കുക, R വെങ്കട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കട്ടരമണിയാണ്. നോക്കൂ, ആദ്യത്തെ ആള് MC സത്തൽവാദാണ്, സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ കുറച്ച് വർഷമായി ഇദ്ദേഹം തന്നെയാണ്, തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ. പഠിച്ചു വെച്ചേക്ക പിള്ളേരെ, ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്?
ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ CK ദഫ്താരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറയണം, അത് അരവിന്ദ് പന്നഗരിയാണ് ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ. ക്ലിയർ ആണ്. 15 ചോദിക്കാൻ സാധ്യതയുണ്ട്, NK സിംഗ് ആണ്. 14 ഒരുപക്ഷെ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, YV റെഡ്ഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു മേഡമാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ വേഗം പറഞ്ഞത്. അപ്പൊ ഇനിയും തുടർന്ന് ഒരുപാട് പദവികൾ നമുക്ക് നോക്കാനുണ്ട്. തൽക്കാലം വീഡിയോയുടെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും, അത് നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എടാ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, ഇത്രയും നേരം പറഞ്ഞ ഈ പദവികളൊക്കെ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ PDF കിട്ടാൻ നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ച ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ അടുത്ത ക്ലാസ് കാണാം. ഗുഡ് ബൈ, താങ്ക് യു.